അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇളകുന്ന പല്ലുകൾ ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഈ ഇളകുന്ന പല്ലുകൾ എന്ന് പറയുമ്പോൾ പല്ലിൽ കേട് വന്ന് ആ കേടിൽ നിന്നുണ്ടാവുന്ന പഴുപ്പ് പല്ലിന്റെ വേരിന് അപ്പുറത്തേക്കും ബാധിക്കുമ്പോൾ പല്ലിനുണ്ടാകുന്ന ഇളക്കം അത് റൂട്ട് കനാലിലൂടെയും അപ്പിസെക്ടമി എന്ന് പറയുന്ന ചെറിയൊരു സർജറിയിലൂടെയും പരിഹരിക്കാവുന്നതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരു രോഗം തന്നെയാണ്. അതാണ് മോണരോഗം. ഈ മോണരോഗം എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്രായം കൂടിയ ആളുകളിലാണ്. അതിൽ തന്നെ ഷുഗർ ഉള്ള ആളുകൾക്കാണ് മോണരോഗം കൂടുതലായിട്ട് കാണപ്പെടാറ്. ഷുഗർ അല്ലാതെയുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്ലാക്ക് അക്യുമുലേഷൻ ആണ്. പല്ലിന്റെ മോണയ്ക്ക് ചുറ്റും പ്ലാക്ക് അടിഞ്ഞുകൂടുകയും ഈ പ്ലാക്കിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ മോണയെ നശിപ്പിക്കുന്നത് വഴി ഉണ്ടാവുന്ന മോണരോഗം. അപ്പോൾ ഷുഗർ ആണെങ്കിലും പ്ലാക്ക് അക്യുമുലേഷൻ ആണെങ്കിലും മോണരോഗം എങ്ങനെ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോണരോഗം കൊണ്ടുണ്ടാകുന്ന പല്ലിന്റെ ഇളക്കം എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫ്ലാറ്റ് തെറാപ്പിയിലൂടെ കറക്റ്റ് ചെയ്ത് ശരിപ്പെടുത്താൻ സാധ്യമാണ്. 100% കറക്റ്റ് ചെയ്യാൻ പലപ്പോഴും സാധ്യമല്ല. കാരണം പലപ്പോഴും മോണരോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് പേഷ്യന്റ് ക്ലിനിക്കിൽ എത്താറ്. ഇതിന്റെ തുടക്ക അവസ്ഥയിൽ തന്നെ ഇത് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് 100% കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. OPG എക്സ്റേ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന മോണരോഗം കണ്ടുപിടിക്കാൻ സാധ്യമാണ്. പലപ്പോഴും പല പേഷ്യന്റും മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് ക്ലിനിക്കിലെത്തുകയും OPG എക്സ്റേ എടുക്കുമ്പോൾ ഇങ്ങനെ മോണരോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ തുടക്ക സമയത്ത് തന്നെ ഫ്ലാറ്റ് തെറാപ്പി ഉപയോഗിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ പല്ലിന് ഇളക്കമുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് ചെയ്തെടുക്കാൻ സാധ്യമാണ്. അല്ല എങ്കിൽ ഒരുപാട് മൂർധന്യാവസ്ഥയിലാണ് മോണരോഗമെങ്കിൽ മറ്റു പല്ലുകളിലേക്ക് അത് ബാധിക്കാതെ നോക്കാനെങ്കിലും സാധ്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്ക് റൂട്ട് കനാൽ അല്ലെങ്കിൽ RCT പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?